ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ഡെബ്യൂ ആവശ്യപ്പെടാൻ പറ്റില്ലായിരുന്നു. ഇതായിരുന്നു എനിക്ക് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഡെബ്യൂ. ഞാൻ ചെറുപ്പം തൊട്ട് ഫിലിം ഫാമിലി ആയതുകൊണ്ട് എപ്പോഴും ലൊക്കേഷൻസിൽ പോകുമായിരുന്നു, വാപ്പാൻ്റെ സെറ്റിലൊക്കെ വിസിറ്റ് ചെയ്യായിരുന്നു, ഫഹദിൻ്റെ കൂടെ പോകുമായിരുന്നു. എനിക്ക് അവരിൽ നിന്നൊരു വ്യത്യാസം തോന്നിയത് ഈ വാപ്പാൻ്റെ സെറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു മാസീവ് സെറ്റായിരിക്കും, ഒരു 10-100 പേര് കാണും, അങ്ങനെ ഒരു വലിയ സെറ്റായിരിക്കും. അപ്പം ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമേൻ്റെ സെറ്റിൽ പോയപ്പം എന്നെ ഉൾപ്പെടെ ഒരു 20 പേര് കാണും. എൻ്റെ അകത്ത് ഒരു 20 മൊത്തം പടം വർക്ക് ചെയ്ത ഒരു 20-25 ആൾക്കാർ, അത്ര പേരെ കാണുള്ളൂ. വലിയ സെറ്റൊന്നും ഇല്ലായിരുന്നു, വലിയ ക്രൗഡൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഭയങ്കര സട്ടിലായിരുന്നു. ഈ ഷൂട്ട് ചെയ്യുന്ന സമയം പോലും ഒരു ഈഗോ ക്ലാഷസും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പപ്പുച്ചേട്ടൻ ക്യാമറ ചെയ്യുമ്പം രാജുവേട്ടനായിരിക്കും തെർമോക്കോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അവർക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളെ ആവശ്യമുള്ളായിരുന്നു. ഇപ്പോൾ ഈ തെർമോക്കോളൊക്കെ പിടിച്ചു കൊടുക്കാൻ രാജുവേട്ടൻ റെഡിയായിരുന്നു. അപ്പോൾ അതിനായിട്ട് വേറൊരാളുടെ ആവശ്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഈഗോയും കോംപ്ലക്സ് ഒന്നും ഇല്ലാത്തൊരു സെറ്റായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കിതൊരു ഭയങ്കര ഡിഫറെൻ്റ് അനുഭവമാണ്. ഞാൻ മുമ്പ് പോയ സെറ്റിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇവിടെ. അപ്പം ഞാൻ വാപ്പയോട് ആവശ്യപ്പെട്ടപ്പോൾ വാപ്പ പറഞ്ഞായിരുന്നു, നിനക്ക് കാത്തിരിക്കണമെങ്കിൽ കാത്തിരിക്കാം, പക്ഷേ വേറെ നല്ല ഓഫേഴ്സ് വന്നാൽ ഒരിക്കലും അത് എൻ്റെ കൂടെ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചൊന്നും ഇരിക്കരുത്, അത് വന്നാൽ അത് ചെയ്യണം. അപ്പോൾ ഞാൻ രാജീവേട്ടൻ്റെ സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ വാപ്പയോട് ഇങ്ങനെ പോയി പറഞ്ഞായിരുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു, നിനക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്, രാജീവ് രവി അല്ലേ, നീ പോയി ചെയ്യ്. ഇപ്പം നമുക്ക് പിന്നെയാണെങ്കിലും പടം ചെയ്യാമല്ലോ, ആദ്യം തന്നെ എൻ്റെ കൂടെ ചെയ്യണം എന്നത്ര നിർബന്ധമൊന്നുമില്ലല്ലോ, നീ രാജീവേട്ടൻ്റെ പടം ചെയ്യും, നല്ലതാണത്. പിന്നെ ഫഹദ് എപ്പോഴും വാപ്പയോട് പറയും, രാജീവേട്ടൻ്റെ കൂടെ ഒരു 100 പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഡയറക്ടറാണ്, അങ്ങനെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഡയറക്ടറാണെന്ന് എപ്പോഴും ഫഹദ് വാപ്പയോട് പറയായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ വാപ്പ പറഞ്ഞു, ഫഹദ് എപ്പോഴും പറയുന്നത് നീ കേട്ടിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ മടിച്ചിരിക്കുന്നത്, ചെയ്യ്. വാപ്പയായിരുന്നു എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത്. പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ ഫഹദ് രാജീവേട്ടനെ ഭയങ്കര വലുതായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഫഹദിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഫഹദ് എന്നെ വിളിച്ച് പറഞ്ഞു, നീ ചെയ്യ്, എനിക്കൊരു ഉറപ്പ് തരാം, ഇതൊരിക്കലും ഒരു മോശം സിനിമയാവില്ല, അതെനിക്കൊരു ഗ്യാരണ്ടി തരാം, അതെൻ്റെ ഗ്യാരണ്ടിയാണ്. പിന്നെ എനിക്ക് രാജീവേട്ടനെ ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അന്നൻ റസൂൽ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു ഹായ് ബൈ ബന്ധമൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഈ പടമായിട്ട് ഒരു ഡിസ്കഷനിലിരുന്നപ്പം ഫസ്റ്റ് ഡിസ്കഷനിലെല്ലാം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രാജീവേട്ടനെ പോലെ ഒരു ഭയങ്കര ഡൗൺ ടു എർത്ത് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സാറിനെ സിനിമാക്കാരെ കുറിച്ച് പറയും, കയ്യിലില്ലാത്തതും കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്ന ആൾക്കാരാന്ന് പറയും. രാജീവേട്ടൻ കയ്യിലുള്ളതും കൂടെ ഇല്ല എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കഥ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വന്നപ്പം ചെയ്യാമെന്നുള്ളൊരു ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമ സ്റ്റീവ് ലോപ്പസിൻ്റെ കഥയാണ്. ഈ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്നത് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അത് ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ കോളേജ് ഗോയിങ് യങ്സ്റ്റേഴ്സിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് സ്റ്റീവ് ലോപ്പസ്, അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഹാഫ് ഈ യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റീവ് ലോപ്പസും ചെയ്യുന്നത്. അങ്ങനെ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ് ബോയ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു ബോയിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പുള്ളി എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനം പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുമ്പം പുള്ളിയുടെ ലൈഫ് മാറുന്നതാണ് ഈ കഥ. ഒരു 18, 19, 20 ഇയേഴ്സ് ഉള്ള പയ്യന്മാർ ഫേസ് ചെയ്യാൻ പാടില്ലാത്ത ചുറ്റുപാടിലൂടെ പോകുമ്പം അയാൾ റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങിയത്. നമ്മളുടെ ഉള്ളിലുള്ള ഇന്നസെൻസ് ഒക്കെ പയ്യെ പോയി അയാൾ റിയാലിറ്റി മനസ്സിലാക്കുന്നതാണ് ഈ കഥേൻ്റെ ഒരു സിനോപ്സിസ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, സ്റ്റീവ് ലോപ്പസിൻ്റെ ജീവിതത്തിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഈ സിനിമ. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ. അപ്പം ആദ്യമേ ഞാൻ ആഹാനെ കാണുമ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു രീതിയായിരുന്നു. പക്ഷേ ലൊക്കേഷനിൽ വന്നപ്പം ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരെയും ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു, അങ്ങനെ വലിയ സംസാരമൊന്നും ഇല്ലായിരുന്നു. പയ്യെ 2 ദിവസം കഴിഞ്ഞാൽ സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നെ ഭയങ്കര ക്ലോസ് ആയി, പിന്നെ ഫുൾ ടൈം സംസാരമായി. അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, തനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അഹാന പറഞ്ഞത്, അഹാനൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഞ്ജലി എന്നാണ്. അഞ്ജലി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അഹാന. എനിക്ക് വലുതായിട്ട് അഭിനയിക്കേണ്ട വന്നിട്ടില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അഞ്ജലിയും ചെയ്യുന്നത്, ഭയങ്കര സിമിലറാണ് അവർ തമ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടൊരു കെമിസ്ട്രി വർക്കൗട്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എനിക്കിപ്പോഴും ഭയങ്കര ഒരു സർപ്രൈസ്ഡ് ഇതാണ്. കാരണം നമ്മൾ ഫുൾ ടൈം ഫുൾ ടൈം ആർഗ്യൂയിങ്, ഭയങ്കര ഓപ്പോസിറ്റാണ് നമ്മൾ തമ്മിൽ. അപ്പം എല്ലാത്തിലും 2 അഭിപ്രായം കാണും, എപ്പോഴും അടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഓൺ സ്ക്രീൻ ചെയ്യുന്ന റൊമാൻസ് സീനായിരിക്കും, അത് കട്ട് പറഞ്ഞ ഉടനെ അടി തുടങ്ങും. അടി വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും രാജേട്ടൻ പറയുന്നത് സീൻ എടുക്കാനായി, ഉടനെ റൊമാൻസ് സീനായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കെമിസ്ട്രി വർക്കൗട്ടായെന്ന് കണ്ടവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ബേസിക്കലി അന്നൻ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഇൻറ്റൻസ് ലവ് സ്റ്റോറി ആയിട്ട് പറയാം. ഇത് ഒരു ത്രൂ ഔട്ട് ലവ് സ്റ്റോറി ഒന്നുമല്ല. ഈ സ്റ്റീവ് ലോപ്പസിൻ്റെ ജീവിതത്തിൽ ഒരു എപ്പിസോഡാണ് ലവ്, അത് കഴിഞ്ഞ് അത് മാറി ഒരു ലവ് ഉണ്ട്, പക്ഷെ ഒരു ലവ് സ്റ്റോറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ രാജേട്ടനോട് ചോദിച്ചപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഇതൊരു ജോണർ ഇല്ല എന്നാണ് പറഞ്ഞത്. ത്രില്ലിങ് എലിമെൻറ്റ്സ് ഉണ്ട്, പക്ഷെ ഒരു ത്രില്ലറായിട്ട് പറയാൻ പറ്റില്ല.
ഈ സ്റ്റീവ് ലോപ്പസ് എല്ലാ ഇമോഷൻസിലൂടെയും പോകുന്നുണ്ട്. അതിലൊരു ഇത് മാത്രമാണ് ഈ ലവ് എന്ന് പറഞ്ഞ എപ്പിസോഡ്. പിന്നെ ലെങ്ത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പടമാണ്. അന്നൻ റസൂലും പോലെ 3 hours ഇല്ല. ഇതൊരു 2 hours അടിയിലേ ഉള്ളൂ പടം. അങ്ങനെ ലെങ്ത് വൈസ് കുറവാണത്.